അപ്പോൾ ഞാൻ വീഡിയോ സ്പീഡ് പറയുമ്പം ആർക്കും മനസ്സിലാവുന്നില്ല, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചെറുതാക്കിയിട്ട് മെല്ലെ പറയാം, അപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ പിള്ളേർക്കും വലിയവർക്കും കളിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഗെയിമാണ്. കാരണം ഗെയിം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കളിക്കാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഗെയിമാണ്. കളിക്കും തോറും ഇൻട്രസ്റ്റ് ആയിക്കൊണ്ടുവരും. ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ലെവലുണ്ട്. അപ്പോൾ അടുത്തേക്ക് എത്താൻ കുറച്ച് പണിയെല്ലാം ഉണ്ട്. അപ്പോൾ അത് കളിച്ചാകുമ്പോൾ നിങ്ങൾ പോകുമല്ലോ. അപ്പം അധികം വലിച്ചു നീട്ടാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നട്ടുകാരെ ശ്രദ്ധിക്കുവിൻ, ഇതാണ് ഞാൻ പറഞ്ഞ ഗെയിം. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയ വണ്ടിയിലായിരിക്കും ഇങ്ങനെ പോകുന്നത്. ആ പോകുന്ന സമയത്ത് ഇതേ കണക്കത്തെ കുറേ സംഭവങ്ങൾ വരും, അതിനെ കൊല്ലണം. നിങ്ങൾക്ക് ഇതിനെ എന്ത് വേണമെങ്കിലും പേര് വിളിക്കുക, ബൊമ്മാന്നോ സോംബിന്നോ, അത് നിങ്ങളെ ഇഷ്ടം പോലെ. അപ്പം ഇതേ കണക്കത്തെ അതിനെ കൊല്ലണം. ഇപ്പം നമ്മൾ ചെറിയ വണ്ടിയും ഒരു തോക്കും മാത്രമേ ഇല്ല, നമുക്ക് ഇത്രയും ആൾക്കാരെ നേരിടാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ വണ്ടി പൊട്ടി. അപ്പോൾ നമ്മൾ ഇതിനെ അപ്ഗ്രേഡ് ആക്കി കൊണ്ടുവരണം. അപ്പോൾ ഇത് ഓരോ കളി കഴിയുന്ന സമയത്ത് നമുക്ക് കോയിൻസ് കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പം ഇതിൻ്റെ എനർജി ഓരോരോ ബോക്സ് വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഇതിപ്പോൾ മാക്സിമം അപ്ഗ്രേഡായി. മാക്സിമം എന്നല്ല, ഇതിന് മുകളിൽ അപ്ഗ്രേഡ് ആവും. പക്ഷേ ഞാൻ ഇവിടെ ഇത്ര വരെ അപ്ഗ്രേഡാക്കി നിർത്തി. കാരണം എനിക്ക് ഏകദേശം മതിയെന്ന് തോന്നി. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോരോ കളി കഴിയുമ്പോൾ നമുക്ക് കോയിൻ കിട്ടും. ആ കോയിൻ കിട്ടിയിട്ട് ഓരോരോ ബോക്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് മേലേക്ക് എത്താം. അപ്പോൾ ഓരോരോ ബോക്സിന് വെപ്പൺസ് ഏത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വെപ്പൺസ് തരും. ഓരോരോ കളി ലെവൽ മാറുന്നതിനനുസരിച്ച് ഇതെല്ലാം മാറും. അപ്പം 3 വെപ്പൺസ് വെച്ചിട്ട് മുകളിലൊരു സാധനം കണ്ട നമ്മൾ നീല ഇങ്ങനെ കൂടി പോകുന്നത്, അതായത് നമ്മൾ പോകുന്ന ദൂരമാണ്. ലാസ്റ്റ് നമ്മൾ ട്രഷറിലേക്ക് എത്തണം. അപ്പോൾ ഇങ്ങനെ ഓരോരോ ബോക്സിന് വെപ്പൺ വെക്കാം. ആ ബോക്സ് തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങൾ മുകളിലത്തെ ബോക്സ് ചുവപ്പും താഴത്തേലും കറുപ്പ് കാണുന്നുണ്ടാ. താഴത്തത് കുറച്ചും കൂടി അപ്ഗ്രേഡ് ആക്കി, കാരണം ഇവർക്ക് പൊട്ടിക്കാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെ നിങ്ങൾ അപ്ഗ്രേഡ് ആക്കി ഓരോരോ കളി കഴിയുമ്പോൾ കുറേ കോയിൻ കിട്ടും. ആ കോയിൻ വെച്ചിട്ട് അടുത്തത് അപ്ഗ്രേഡ് ആക്കുക. അങ്ങനെ നിങ്ങൾക്ക് ലെവൽ പെട്ടെന്ന് കളിക്കാൻ പറ്റും. ഇത് കുറച്ച് നല്ല രസമുണ്ട് കളിക്കാൻ. അതുമാത്രമല്ല, ഇപ്പം വർക്ക് പ്രഷറും കാര്യങ്ങളെല്ലാം ഉള്ളവർക്കെല്ലാം കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും കളിക്കുമ്പോൾ. ടെൻഷനും കാര്യങ്ങളെല്ലാം കുറക്കാനും അങ്ങനത്തെ ഒരു രസമുള്ള ഗെയിമാണ്. അപ്പം ബാക്കി നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആക്കി. ഒരു 6-7 കളി കളിക്കുമ്പോൾ ഒരു ലെവൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇവൻ സെക്കൻഡ് ലെവലിലേക്ക് പോയി. അപ്പം ഇതിപ്പം കുറേ സാധനം ക്ലൈം ചെയ്യാനും ഇവൻ അപ്ഗ്രേഡ് ചെയ്യാനെല്ലാം ഉണ്ടാവും. ഇപ്പം അടുത്തതിലേക്ക് എത്തി. ഇതാണ് ലെവൽ 2. ലെവൽ 2ൽ നമ്മൾ പഴയ പോലെ തന്നെ വണ്ടി കാര്യങ്ങളോ ഒന്നുമില്ല, അതേ പഴയ രീതിയിൽ നിന്ന് തുടങ്ങി. ഇതിപ്പം ലെവൽ 2ൽ ഞാൻ മാക്സിമം അപ്ഗ്രേഡ് ആക്കിയിട്ടാണ്. ഓക്കെ, മാക്സിമം അല്ല, ഇതിൽ നമ്മൾ അപ്ഗ്രേഡ് ആക്കി. വീട്ടിൽ താഴെ നിങ്ങൾക്ക് കുറേ പവർ കാര്യങ്ങളൊക്കെ കാണും. അത് എനർജി കൂടി എത്തുന്ന സമയത്ത് ഓരോരോ പവർ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് അതിൻ്റെ അടിയിൽ എനർജി ചെയ്തിട്ടുണ്ട്. അത് ഈ സ്ക്രീനിൽ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ആ എനർജി നിങ്ങൾക്ക് കണ്ട, ആ എനർജി 9, 10 ആകുമ്പോഴത്തേക്ക് ആ ലാസ്റ്റ് സാധനം കിട്ടി. അപ്പോൾ നമുക്ക് ആ എനർജി യൂസ് ചെയ്യാം. ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം എത്തുമ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ബിൽഡിങ് കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഇല്ല ഗെയിം പ്ലേ. കാരണം ഇതെന്ന് പറയുമ്പോൾ അധികം ഒന്ന് അപ്ഗ്രേഡ് ആക്കാണ്ട് ഇതിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റായിട്ട് പോയ ഗെയിമാണ്. അപ്പോൾ നമുക്ക് ഈ ഗെയിം പ്ലേയും കൂടി ഒന്ന് നോക്കാം.
അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ലെവലേ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആ ലെവൽ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്തിപ്പെട്ടത് ഇതാ ഈ 500-ാമത്തേലാണ്. 500 കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലേക്കുണ്ട്. അത് കാരണം അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലേക്കില്ല, അത് ചിലപ്പം കിട്ടും. അപ്പോൾ ഈ ലെവലെല്ലാം എത്തിച്ചവർ എന്നോട് പറയാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.